ഹായ് ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞാൻ ഇന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പറയാൻ പോകുന്നത്. അപ്പം നിങ്ങളൊരു നീറ്റ് ആസ്പിരൻ്റ് ആണ്, അല്ലെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന ആരെങ്കിലും ഈ വർഷത്തെ, അതായത് 2024 നീറ്റ് എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ തീർച്ചയായും കാണാൻ ശ്രമിക്കുക. കാരണം നമുക്കറിയാം, ഇപ്പം നീറ്റ് വീണ്ടും നടത്താൻ വേണ്ടി പോവുകയാണ്. അതായത് നീറ്റ് എന്ന് പറഞ്ഞ് നമുക്ക് ബെല്ലെടുത്ത് നോക്കിയാൽ കാണാം. അപ്പം ഇത് ആർക്കൊക്കെയെന്ന് വെച്ചാൽ എല്ലാവരും ഇത് പാനിക് ആവണമെന്ന് വെച്ചാൽ വേണ്ട. കാരണം ഇത് ബേസ് മാർക്ക് നേരത്തെ കിട്ടിയിട്ടുള്ള 1563 പേർക്കാണ് വീണ്ടും നീറ്റ് എക്സാം നടത്താൻ പോകുന്നത്. പക്ഷെ അവർക്ക് 2 ഓപ്ഷൻസ് ഉണ്ട്. അവർക്ക് ഐദർ ആ ഗ്രേസ് മാർക്ക് ഒഴിവാക്കി അവരുടെ മാർക്കിൽ നിന്നും മൊത്തം മാർക്കിൽ നിന്നും ഗ്രേസ് മാർക്ക് ഒഴിവാക്കാം, അല്ലെങ്കിൽ അവർക്ക് വീണ്ടും നീറ്റ് എഴുതിയിട്ട് നല്ല മാർക്ക് സ്കോർ ചെയ്യാം. അപ്പൊ ഇവർക്ക് 2 ഓപ്ഷൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പം ഈ മാസം 23-നാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നീറ്റിന്റെ റീടെസ്റ്റ് നടക്കാൻ പോകുന്നത്. അതും എല്ലാവർക്കും ഒന്നുമില്ല. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ ഗ്രേസ് മാർക്കിന് ഈ തവണ ഗ്രേസ് മാർക്ക് കിട്ടിയിട്ടുള്ള കുട്ടികൾക്കാണ് ആ ടെസ്റ്റ് നടക്കുന്നത്. അപ്പം ഈ ടെസ്റ്റ് പരീക്ഷയ്ക്ക് ശേഷം ജൂൺ 30-നായിരിക്കും ഫൈനൽ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നത്. അത് എല്ലാ കുട്ടികളുടെയും. അപ്പം നമുക്ക് കിട്ടിയ റാങ്ക് മാറാൻ ചാൻസ് ഉണ്ട്. അപ്പം അവരുടെ മാർക്കും മാറും, നമ്മളുടെ ഇപ്പോഴുള്ള റാങ്കും മാറാൻ ചാൻസ് ഉണ്ട്. അപ്പം ആ ഒരു ഫൈനൽ റിപ്പോർട്ട് ജൂൺ 30-നായിരിക്കും പബ്ലിഷ് ചെയ്യുക. അപ്പം അതിനുശേഷം മാത്രമാണ് നമ്മുടെ അഡ്മിഷനും കാര്യങ്ങളൊക്കെ ഫെർദറായിട്ട് പ്രൊസീഡ് ചെയ്യുന്നത്. അപ്പം ഇതൊരു ചെറിയ വീഡിയോ ആണ്. നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അറിയാവുന്ന ആർക്കെങ്കിലും വേണ്ടി ഇൻഫർമേഷൻ പാസ് ചെയ്യാം. കാരണം റീടെസ്റ്റ് കേൾക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് പാനിക്കാവും. കാരണം എല്ലാ കുട്ടികൾക്കും നടത്തുമെന്ന് വിചാരിക്കും, പക്ഷേ ഇല്ല. വളരെ കുറച്ച് കുട്ടികൾക്ക് മാത്രമാണ് ഈ റീടെസ്റ്റ് നടത്തുന്നത്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.